സർ, BJP നേതാവ് ഷോൺ ജോർജ് തുടർച്ചയായി കുറേ നാളായിട്ട് ഈ പിണറായി വിജയനെതിരെ ഈ CMRL എക്സാലോജി കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അദ്ദേഹം 2026 ജൂൺ 19 ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. വീണ വിജയൻ ഈ കേസിലെ ഒരു കഥാപാത്രം മാത്രമാണ്, ഈ തുടരന്വേഷണം പിണറായിലേക്കാണ് വ്യാപിപ്പിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോപണം ശരിയാകുന്ന മട്ടിലാണ് ഇപ്പോൾ കേസ് വഴിത്തിരിവ് വന്ന് ഇപ്പോൾ പിണറായി വിജയനും വീണ വിജയന്റെ ഹസ്ബൻഡ് റിയാസിലേക്കും ഒക്കെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അപ്പൊ ഇപ്പം ഷോൺ ജോർജ് വീണ്ടും ശക്തമായിട്ട് പറയുകയാണ് ഈ കേസ് CBIക്ക് വിടണം എന്നാണ് പറയുന്നത്. അപ്പം ഇതില് ഇദ്ദേഹത്തിന് രണ്ട് ചോദ്യമാണ് എനിക്ക്. ഇദ്ദേഹത്തിന് എന്താണ് ഇത്രമാത്രം ഒരു ദേഷ്യം പിണറായിയോട് വരാൻ? ഒന്നാമത്തേത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ കേസ് CBIക്ക് അന്വേഷണത്തിന് വിടുവോ? അങ്ങനെ ഒരു CBI അന്വേഷണത്തിന് വിടുമെന്ന് ചോദിച്ചാൽ ഓരോ ഏജൻസിക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവർ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കും. കാരണം ഈ കേസിനകത്ത് ഈ കേസ് ശരിക്കും പറഞ്ഞാൽ പലവട്ടം മറിച്ച് സ്വാധീനം ഉപയോഗിച്ച് മറിച്ച് കളയാൻ ശ്രമിച്ചപ്പോൾ, അല്ലെ തെളിവില്ലാതെ പോയപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ, മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിട്ട് പോലും ഒരു കൃത്യമായ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ പിറകിൽ ചില കാര്യങ്ങൾ ഉണ്ട്, അതുകൊണ്ട് അന്വേഷിച്ചേ മതിയാകൂ എന്നുള്ള രീതിയിലേക്ക് കേസ് കൊണ്ടുവന്ന ഒരാൾ ഷോൺ ജോർജ് തന്നെയാണ്. SFIO അന്വേഷണം, കാരണം ഏത് വഴിക്കാണ് ഇതിൻ്റെ അന്വേഷണം വന്നാൽ ആ അന്വേഷണം അതിൻ്റെ ശരിയായ രീതിയിൽ പോകും എന്നുള്ള ഒരു വഴിത്തിരിവുണ്ടാക്കി, അല്ലെങ്കിൽ ഇത് കാണിച്ചു കൊടുത്ത് കോടതിക്ക് ബോധ്യപ്പെടുത്തിയ ആൾ ഈ പറഞ്ഞ ഷോൺ ജോർജ് ആണ്. വിജിലൻസ് അന്വേഷണവും മറ്റു പലതുമൊക്കെ വന്നപ്പോൾ അതിനകത്ത് തെളിവില്ലെന്ന് കണ്ട് വിജിലൻസ് കോടതിയൊക്കെ തള്ളിയതാണ്. അപ്പോൾ SFIO അന്വേഷണത്തിനകത്ത് വന്ന കുറ്റപത്രത്തിൽ കൂടിയാണ് അതിനകത്ത് ED വരുന്നു. ഇനി നാളെ കാലത്ത് CBIക്ക് വരാം, NIAക്ക് വരാം, ആർക്ക് വേണമെങ്കിലും വരാം. കാരണം NIA ഒക്കെ വരാൻ സാധ്യതയുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന ഇന്നലെ ഷോൺ അതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം കരിമണൽ ഖനനത്തിനകത്ത് മോണോസൈറ്റും തോറിയം ഉൾപ്പെടെയുള്ള ഇത് അല്ലെങ്കിൽ റെയർ മെറ്റീരിയൽസ് ഖനനം നടത്തി റെയർ മെറ്റീരിയൽസ് ഉള്ളപ്പം ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മറുപ്പോ തിരിപ്പോ നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ NIA അന്വേഷണത്തിൽ. കാരണം ഇത് സ്ഫോടക വസ്തുക്കൾ, ബോംബ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് വളരെ കൃത്യമായ കണക്കും അല്ലെങ്കിൽ കൃത്യമായ നിരീക്ഷണവും ഒക്കെ ഉള്ളടമാണ്. അതിനകത്ത് അത് കരിമണൽ ഖനനം നടത്തി അത്തരത്തിലുണ്ടാക്കിയിട്ട് അത് അർഹമല്ലാത്ത ഏതെങ്കിലും കൈകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അതായത് രാജ്യവിരുദ്ധ ശക്തികളുടെയോ അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങളുടെയൊക്കെ കയ്യിൽ നേരല്ലാത്ത വണ്ണം പോയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പരിശോധിക്കേണ്ടി വരും. കാരണം ആ രീതിയിലേക്ക് കേസ് പോകും എന്ന് പറയാൻ കാരണം ഈ പറയുന്ന കരിമണൽ കർത്തയുമായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന കാലത്ത് ആ ലൈസൻസ് റദ്ദ് ചെയ്യാതെ 3 കൊല്ലം നീട്ടിക്കൊടുത്തതാണ്. ആ സമയത്ത് ലീഗലി പരിശോധിക്കുമ്പോൾ തന്നെ 1600 കോടി രൂപയുടെ ഇടപാട് അവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അതിനകത്ത് അങ്ങനെ നടന്നതിനകത്ത് അങ്ങനെ അതിനെ അനുവദിച്ചു കൊടുത്തതിനകത്ത് എന്തെങ്കിലും സാമ്പത്തിക ലാഘവം ഉണ്ടോ അല്ലെങ്കിൽ എന്തിനങ്ങനെ ചെയ്തു? കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്വകാര്യ വ്യക്തിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കമ്പനിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യണം നിയമമുള്ളപ്പോൾ കേരള ഗവൺമെൻറ്റിനാണ് അതിൻ്റെ അതോറിറ്റി റദ്ദ് ചെയ്യാൻ. അത് റദ്ദ് ചെയ്യാതെ അതിനെ അനുവദിച്ചു കൊടുത്ത എന്താണെന്നുള്ള ചോദ്യം, അതിനുള്ള ഉത്തരമാണല്ലോ ഇപ്പോൾ CMRL കേസിനകത്ത് ഈ 2024 കർത്ത കൊടുത്ത മൊഴി. എന്തിന് പൈസ കൊടുത്തു, അല്ലെങ്കിൽ സേവനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എക്സാലോജിക്കിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ സേവനം ലഭിച്ചിട്ടില്ല, ഒരു സേവനവും ലഭിച്ചിട്ടില്ല. അതിനകത്ത് പിണറായി വിജയനോടുള്ള താല്പര്യം കൊണ്ടാണ് ഈ പണം കൊടുത്തതെന്ന് പറഞ്ഞ് കർത്ത ഇതിൻ്റെ മുതലാളി മൊഴി കൊടുക്കുന്നുണ്ടോ? പിണറായി വിജയനോട് പ്രത്യേകിച്ച് കമ്പനിക്ക് എന്താ താല്പര്യം? അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ. അപ്പോൾ കമ്പനിക്ക് അയാളോട് താല്പര്യം വേണമെങ്കിൽ അയാൾക്ക് നിയമപരമല്ലാത്ത എന്തെങ്കിലുമൊക്കെ സേവനം ഈ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ അത് തന്നെയാണല്ലോ അവരിന്ന് അന്വേഷിച്ച് വരുമ്പോൾ ഹവാല ഇടപാടുകൾ, അനധികൃതമായിട്ടുള്ള പണം, ഈ പണത്തിൻ്റെ സ്രോതസ്സ് അല്ലെങ്കിൽ CMRL സേവനം കൊടുത്തു എന്ന് പറഞ്ഞ് 2019 റെയ്ഡിനിടയ്ക്ക് പിടിച്ച ഒരു ഡയറിക്കകത്തുനിന്ന് വീണ വിജയൻ പണം കൈപ്പറ്റിയിരിക്കുന്നു. വീണ വിജയൻ്റെ പണത്തിൻ്റെ കാര്യം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇന്നലെ ഉൾപ്പെടെയുള്ള റെയ്ഡിനകത്ത് വീണ വിജയൻ 20 കോടി രൂപയുടെയും അല്ലെങ്കിൽ ഹമാ നിയമം പോലും കേസെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പറയുന്നിടത്തുനിന്ന് ദുബായിലല്ലേ UAE ദിഹറം ഏതാണ്ട് 3.49 ലക്ഷം ദുബായ് ദിഹറം കടത്തിയിരിക്കുന്നത്. 85 ലക്ഷം രൂപയുടെ ഇടപാട്, പിന്നെ ഒരു 20 കോടി രൂപയുടെ ഇടപാട്. ഇത് റെയ്ഡിനകത്തുനിന്ന് ഒരു ചുവന്ന ഡയറിക്കകത്തുനിന്ന് കുറിച്ചു വെച്ച അതിനകത്തു നിന്നാണ് അവർ കണ്ടെത്തുന്നത് സാമ്പത്തിക തിരിമറി. ചുവന്ന ഡയറിക്കകത്തു നിന്നുള്ള ആൾക്കാരെ തിരക്കി ചെന്നപ്പോഴാണ് റിയാസിന്റെ കൂട്ടുകാരാവുന്നത്.
അവർ വലിയ ബിസിനസ്സുകാരാവുന്നത്. അവരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അവരിലേക്ക് പരിശോധന നടത്തിയപ്പോൾ അവരിൽ കൂടിയും ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ED ഇന്നലെ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. അപ്പം ഇപ്പം പറയുന്നത് പിണറായി വിജയൻ രാജിവെക്കണം. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് രാജിവെക്കണമെന്ന് ഒരുപക്ഷെ മറ്റൊരു പാർട്ടിക്കകത്ത് നേതാവ് പറയുന്നു. കാരണം മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രിമാർ രാജിവെക്കണം എന്നൊക്കെ പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഒരു രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ ആ ഭരണം ജനങ്ങൾക്ക് അനുകൂലമല്ലാതെയും അല്ലെങ്കിൽ അഴിമതി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോഴേ രാജിവെക്കണം എന്ന് പറയും. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഭരണത്തിലിരിക്കുന്ന ഒരു സംവിധാനത്തെ നേരാംവണ്ണം അല്ലെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ തിരുത്തലിൽ കൂടി ജനത്തിന് ആ തിരുത്തൽ ശരിയാണെന്ന് കണ്ട് ഇവരെക്കാട്ടി നല്ലതുപോലെ ഭരിക്കുന്നത് മറ്റവരാണെന്ന് കണ്ട് വീണ്ടും വരുമല്ലോ. അങ്ങനെ നല്ല VD സതീശൻ ഇപ്പം വന്നു. അപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ പ്രതിപക്ഷ നേതാവ് രാജിവെക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ അഴിമതിക്ക് മൊത്തവും കാരണക്കാരൻ അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുത്തത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലേക്കാണല്ലോ ആരോപണം. കാരണം മുഖ്യമന്ത്രി ആയതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ, അർഹമല്ലാത്ത ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഈ പറയുന്ന കരിമണൽ കർത്തയ്ക്ക് ഉൾപ്പെടെയുള്ളവർ കൊടുക്കുന്നു. അതിൻ്റെ പാരിതോഷികമായിട്ട് കോടിക്കണക്കിന് രൂപ വരുന്നു. സേവനം എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയൻ്റെ കമ്പനി 1 പേഴ്സൺ കമ്പനിയാണ്. ആ കമ്പനിയിൽ കൂടി മാസപ്പടി കൊടുക്കുന്നു. മാസപ്പടി കൊടുത്തതിനകത്ത് ED അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ കൊടുത്തെന്ന് പറയുന്ന ആൾ അവർ സേവനം ചെയ്യാതെ മേടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അഴിമതിയായില്ല. പിന്നെ വീണ്ടും ഈ 2.79 രൂപയുടെ പണം ഏതൊക്കെ രീതിയിൽ വിനിയോഗിച്ചു അല്ലെങ്കിൽ അത് എവിടെ പോയി എന്നുള്ള അന്വേഷണം വരുമ്പോഴാണ് കൂടുതൽ പണം അല്ലെങ്കിൽ കോടാനുകോടി രൂപയുടെ ഇടപാട്, ഹവാല ഇടപാട് നടക്കുന്നു. അപ്പൊ തന്നെ ഇവർക്ക് വിദേശ ബാങ്കുകളിൽ ഇടപാടുണ്ടെന്ന് പറയുന്നു. അതിന്റെ തെളിവുമായിട്ട് ഷോൺ ജോർജ് നിൽക്കുന്നു. വേണമെങ്കിൽ തെളിവ് എവിടെ വേണമെങ്കിലും ഹാജരാക്കാമെന്ന് പറയുന്നു. വിദേശത്ത് ചികിത്സയ്ക്ക് പോകുന്ന മുഖ്യമന്ത്രി അതിൻ്റെ വ്യാജേന ഇത്തരത്തിലുള്ള ബിസിനസ്സുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ദുബായിൽ ഉൾപ്പെടെ ഉള്ള ഇടങ്ങളിൽ ഇറങ്ങുന്നതെന്ന് ഉള്ള ആരോപണം ഉൾപ്പെടെ ഇന്നലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ ദുബായിൽ എത്തുന്ന പണം അവിടെ നിന്ന് കാനഡയിലും അമേരിക്കയിലും ഒക്കെ പോകുന്നു എന്നുള്ള രീതിയിൽ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ നിരത്തി സംസാരിക്കാനും അല്ലെങ്കിൽ തെളിവ് കൊടുക്കാനും തയ്യാറായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഈ സമയത്താണ് ഈ പറയുന്ന ഇപ്പം കോടതിക്കകത്ത് ED അന്വേഷണം ഇപ്പം നടക്കുന്നു. വേണമെങ്കിൽ നാളെ CBI അന്വേഷിക്കണമെന്ന് ഷോൺ ജോർജ് പറയുന്നു. അതിനു മുമ്പ് ഇൻകം ടാക്സ് അന്വേഷണത്തിനകത്ത് കുറ്റക്കാരനാണെന്ന് കാണുന്നു. ROC അന്വേഷണത്തിനകത്ത് കുറ്റക്കാരനാണെന്ന് പറയുന്നു. SFI അന്വേഷണത്തിനകത്ത് വീണ വിജയൻ കുറ്റക്കാരൻ ആണെന്ന് പറയുന്നു. ഈ അന്വേഷണമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകണ്ട എന്ന് CMR ഉൾപ്പെടെ അല്ലെ വീണ വിജയന് വേണ്ടി കോടതിയിൽ വാദിക്കുകയാണ്. കോടതിയിൽ വാദിച്ചിട്ട് കോടതിയിൽ ആ വാദം നിൽക്കാതെ വരികയും അന്വേഷിക്കാമെന്ന് സിംഗിൾ ബെഞ്ച് പറയും. വീണ്ടും സിംഗിൾ ബെഞ്ചിൻ്റെ അന്വേഷണത്തിന് തടസ്സം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അപ്പീൽ കൊടുത്ത് ഡിവിഷണൽ ബെഞ്ചിൽ ചെല്ലുന്നു. ഡിവിഷണൽ ബെഞ്ചിൽ നിന്നും CMRനെതിരെ ഇത് അന്വേഷിക്കാം, EDക്ക് അന്വേഷിക്കണം, അല്ലെങ്കിൽ ഏത് ഏജൻസിക്ക് വേണമെങ്കിലും അന്വേഷിക്കാം, ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളത് കോടതി പറയുന്നതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. ആ സമയത്താണ് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ED അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ്. ഞാൻ BJPയിലേക്ക് ഒരിക്കലും പോകത്തില്ല. ഇന്നലെ റിയാസ് പറഞ്ഞു BJPയിലേക്ക് റിയാസിനെ ആരണ്ട് വിളിച്ചു, നമ്മളാരും കേട്ടില്ലല്ലോ, ആരും വിളിച്ചായിട്ട് കേട്ടില്ലല്ലോ, അല്ലെ പോകുന്നു. അപ്പം ഇതിനകത്ത് വീണ്ടും നിയമപരമായിട്ട് നേരിടും. എന്തോ നിയമപരമായിട്ട് നേരിടുന്നു? നിയമപരമായിട്ട് നേരിട്ടതിനകത്ത് ആ പറയുന്നത് മറികടന്നല്ലേ കോടതി ഇപ്പം അന്വേഷിക്കാൻ പറഞ്ഞേക്കുന്നത്. വീണ്ടും ഇതിനകത്ത് കോടതി പോയാൽ നിയമപരമായിട്ട് നേരിടാൻ പറ്റും? ഒന്നും നേരിടാൻ പറ്റുന്നൊരവസ്ഥയില്ലല്ലോ. കാരണം ED ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിന് ശേഷം വളരെ കൃത്യമായിട്ട് ഔദ്യോഗിക ഒരു ഏജൻസിയാണ്, ചുമ്മാ ഒന്നും പറയാനൊക്കത്തില്ല, അവരുടെ പൂർണ്ണ തെളിവുണ്ടായിട്ടാണ് ഇന്ന കാര്യങ്ങൾ ഇത്ര കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ കണ്ടെത്തലുകൾ നടത്തി എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങൾക്ക് അവരുടെ പത്രസമ്മേളനത്തിന് അത് കുറിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇനി ഇത് നിയമപരമായിട്ട് നേരിടാന്ന് പറഞ്ഞാൽ അവർക്ക് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൊന്നുമല്ല അവർ ഏജൻസിയാ. അവർക്ക് വ്യക്തമായ തെളിവില്ലെന്നുണ്ടെങ്കിൽ അവർ സമാധാനം പറയേണ്ടി വരും. കാരണം ഇതെല്ലാം കോടതിയിൽ പിന്നെ വരുന്നതാണ്. അല്ലെ കേസിന്റെ അന്വേഷണമായിട്ട് അതിന്റെ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ അതിന്റെ തെളിവുകളും കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ വ്യക്തമല്ലാത്ത കൃത്യമല്ലാത്ത തെളിവുകളാണ് കോടതിയിൽ ഈ കേസ് നിൽക്കുന്ന ഒരവസ്ഥയില്ല. അപ്പം ഏതാണ്ട് CPM വല്ലാതെ പെട്ടിരിക്കുകയാണ്. കാരണം CPM ഇപ്പോഴും പിണറായി വിജയന്റെ പുറയിൽ നിൽക്കുക. അല്ലെങ്കിൽ പിണറായി വിജയൻ ആണല്ലോ പ്രതിപക്ഷ നേതാവ്, അയാളാണല്ലോ ഇതിനകത്ത് ഇതിനെ വീണ്ടും നയിച്ച് ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ആ പ്രതിപക്ഷ നേതാവിന്റെ പുറകിൽ അഴിമതി അയാളുടെ മകന്റെയും മരുമകന്റെയും ഒരുപക്ഷെ ഈ അന്വേഷണം ചെന്നെത്തുന്നത് പിണറായി വിജയനിലേക്ക് മാറും. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയമായിട്ട് വിസ്തീർണം നടത്താൻ വരുമ്പോൾ തന്നെ രാഷ്ട്രീയ വിസ്തീർണം ജനം അംഗീകരിക്കാത്ത രീതിയിലേക്കുള്ള പ്രസ്താവനകളും തെളിവുകളുമായിട്ട് ഏജൻസി നിൽക്കുകയാണ്.
അപ്പം മുട്ടാത്തർക്കവുമായിട്ട് റിയാസ് ഉൾപ്പെടെ അല്ലെങ്കിൽ CPM ഉൾപ്പെടെ നിൽക്കുന്നു. പിണറായി വിജയൻ രാജിവെക്കണമെന്നുള്ള പ്രതിപക്ഷ നേതാവായിട്ട് പോലും പിണറായി വിജയൻ രാജിവെക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ അഴിമതിക്കാരനാണ്, ഒരുപക്ഷെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നപ്പോഴേക്കാട്ടിൽ വലിയ വലിപ്പത്തിൽ പിണറായിയെ ഈ പറയുന്ന കേസ്, CMRL കേസ് അല്ലെങ്കിൽ എക്സാലോജി കേസ്, മാസപ്പടി കേസ് പിന്തുടരുന്നു. അത് ഒരു മാസപ്പടിയിൽ ഒതുങ്ങാതെ വലിയ ഹവാല ഇടപാടിലേക്കും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടിലേക്കും അനധികൃതമായിട്ട് കരിമണൽ ഖനനം നടത്തി അതിനകത്ത് വലിയ NIA അന്വേഷിക്കുന്ന രീതിയിലേക്ക്. കാരണം ഈ കരിമണൽ ഖനനത്തിൽ കൂടി വരുന്ന റെയർ മെറ്റീരിയൽസ് മറ്റു ഏതെങ്കിലും മേഖലയിൽ ഉപയോഗിച്ചോ എന്നുള്ള രീതിയിലേക്കൊക്കെ ഉള്ള ഒരു വർത്തമാനം വരുന്നുണ്ട്. എപ്പം NIAയും CBIയും ഒക്കെ വന്നുകൂടായികയില്ല. ഏതായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉൾപ്പെടെയുള്ളത് രാജിവെക്കുന്നതായിരിക്കും ഒരുപക്ഷെ CPMനെങ്കിലും രക്ഷപ്പെടാൻ നല്ലത് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ പലതിനകത്തും കടിച്ചു തൂങ്ങിയാണ് ഈ CPM ഇപ്പം ഈ ദയനീയ അവസ്ഥയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് പിണറായി വിജയൻ മാറി നിൽക്കാൻ പറയുന്ന ഒരവസ്ഥ വന്നാൽ CPMന് മുഖം രക്ഷിക്കാൻ പറ്റും. CPMന് മറ്റ് പറയാം ആരോപണ വിധേയനാണ് അദ്ദേഹം മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അന്വേഷിക്കുന്നു, അതിനുശേഷം കുഴപ്പക്കാരനില്ലെന്ന് കണ്ടാൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ CPM വെക്കും. ഈ പിണറായിയെയും ചുമ്മി, വീണ വിജയനെയും ചുമ്മി, റിയാസിനെയും ചുമ്മി CPM മുന്നോട്ട് പോയാൽ വീണ്ടും നാറും. ഒരുപക്ഷെ പിണറായി വിജയൻ അവസാനം രാജിവെക്കേണ്ടി വരും, CPM ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് വരും. പാർട്ടി മറ്റു പല സംസ്ഥാനങ്ങളിലും പെട്ടതുപോലെ ഇവിടെയും പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. ഇപ്പോഴത്തെ ഒരു പോക്കിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.